നമസ്കാരം. കർക്കിടക മാസം ആരംഭിക്കുവാൻ ഇനി ദിവസങ്ങളുള്ളൂ. എന്നാൽ പുതിയ മാസവുമായി ബന്ധപ്പെട്ട് കർക്കിടക മാസത്തിൽ പരമശിവന്റെ അഥവാ ശിവകടാക്ഷത്താൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും പരമശിവന് ഇവർ നടത്തേണ്ട ആ വിശേഷപ്പെട്ട വഴിപാടുകളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകം ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന മാസം തന്നെയാകുന്നു. കുടുംബസൗഖ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഇത്. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് വന്നു ചേരാം. ഭൗതിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച, കൂടാതെ ശിവകടാക്ഷത്താൽ ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ്സിൽ പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ കടന്നു വരിക, കൂടാതെ ആത്മബലം വർദ്ധിക്കുക, അതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ശിവകടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ കർക്കിടക മാസത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ശിവകടാക്ഷത്താൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു മാസമായി തന്നെ കർക്കിടകത്തെ പരാമർശിക്കാം. ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതല്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. എന്നാൽ ശ്രദ്ധാപൂർവം പരമശിവനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയായി ഭവിക്കുകയും തന്മൂലം നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. അധികാരമുള്ള പദവികൾ പോലും ലഭിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുകയും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട പിണക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായി നിങ്ങൾക്കുണ്ടാകുന്നതായ വിഷമങ്ങൾ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. എന്നാൽ ദുർബോധനകൾക്ക് വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മക്കളുടെ ശ്രേയസ് വർദ്ധിക്കുന്ന സമയമാകുന്നു. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്ന സമയമാണ്. മംഗളകർമ്മങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും. അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയോ അത്തരത്തിൽ പ്രവർത്തിക്കുവാനോ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടബാധ്യതകളുണ്ട് എങ്കിൽ അതൊരു പരിധി വരെ വീട്ടുവാൻ സാധിക്കുന്ന സമയങ്ങൾ വന്നു ചേരാം. ന്യായമായ നിങ്ങളുടെ പല ആവശ്യങ്ങളും നിറവേറപ്പെടാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സഹോദരരുടെ പിന്തുണ ലഭിക്കുന്ന സമയമാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളും അനുരഞ്ജനത്തിലൂടെ നിങ്ങൾക്ക് തീർപ്പാക്കുവാൻ സാധിക്കും. അത് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾ മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പ്രണയികൾക്ക് അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭവാർത്തകൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ല എങ്കിൽ നഷ്ടം സംഭവിക്കാം. കൂടാതെ ഈ സമയം വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് പരമശിവന്റെ കടാക്ഷത്താൽ
ധനപരമായ ഉയർച്ചയും സന്തോഷകരമായ നിമിഷങ്ങളും വന്ന് ചേരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ആയില്യം നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അസാധ്യം നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ ശിവകടാക്ഷത്താൽ അനുകൂലമായി എന്ന് വരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും അല്പം പ്രയാസപ്പെട്ടിട്ടാണ് എങ്കിലും നേടുവാൻ സാധിച്ചു എന്ന് വരാം. വിമർശിക്കുവാൻ നിങ്ങൾക്ക് ആൾക്കാരുണ്ടാകും, അതായത് പല വ്യക്തികളും നിങ്ങളെ വിമർശിച്ചു എന്ന് വരാം. എന്നാൽ അതിനെ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ്. വസ്തു വിൽപ്പന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വന്ന് ചേരുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾ ജോലി ചെയ്യുകയാണ് എങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പുതിയ കർമ്മരംഗത്ത് പോലും പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പഠിപ്പിനും പരിചയത്തിനും അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അത് നാട്ടിലാണ് എങ്കിലും വിദേശത്താണ് എങ്കിലും സാധ്യത കൂടുതലാകുന്നു. പഴയ കടബാധ്യതകളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് പറയാം. ന്യായമായ പല ആവശ്യങ്ങളും നിറവേറപ്പെടാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് മുന്നേറ്റം വന്നു ചേരാം. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്നതാകുന്നു. ഉന്നത പദവികൾ പോലും നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതയുണ്ട്. ഭഗവാന്റെ കടാക്ഷത്താൽ പിതൃസ്വത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം ധനപരമായ ചില നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. പിതൃസ്വത്തുക്കൾ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കാം, നിക്ഷേപങ്ങളിൽ നിന്നും ആദായം ലഭിക്കാം. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദുർവാസനകളെ നിയന്ത്രിക്കുക എന്നതാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്നതിന് തുല്യമാകും. അതേപോലെ തന്നെ ദേഷ്യം നിങ്ങൾ കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അതും നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾക്ക് വിലങ്ങുതടിയാകും എന്ന കാര്യം ഓർക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകാം, ചില ബന്ധങ്ങൾ അനുകൂലമായി വന്നു എന്ന് വരാം. ആഡംബരപരമായ ചില വസ്തുക്കൾ, ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് പൊതുവിൽ അനുകൂലമാണ് സമയം. പരമശിവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായ സമയം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി എന്ന് വരാം. പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്താതെ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് ദോഷം നൽകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം. ചെറിയ യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം വരവ് അല്പം വർദ്ധിക്കുവാൻ, ധനപരമായ വരവ് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം സത്യസന്ധത തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ പോലും വന്നു ചേരാം. അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നും ധനസഹായം, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രണയ സാഫല്യം വന്നു ചേരാം. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ആദായം വർദ്ധിക്കാം. കൂടാതെ പ്രമുഖരുടെ സൗഹൃദം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ജോലിയിൽ പുരോഗതി അല്പം വർദ്ധിക്കുന്ന സമയമാണ്. ഏകാഗ്രത വർദ്ധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമശിവനെ നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പരമശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തുക. ധാരയും പിൻവിളക്കും കൂടി നടത്തി ഭഗവാനെ ആരാധിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരും. മഹാമൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക. തിങ്കളാഴ്ച ദിവസം ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. കർക്കിടകത്തിൽ വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.